ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളുടെ കൊളോയിഡ് എന്ന ചാപ്റ്ററിൽ വരുന്നതാണ് ലയോഫിലിക് കൊളോയിഡ്സ്. സോ ഈ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. അവർ തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും അവിടെ കൂടുതലുണ്ടായിരിക്കുക. സോ ഇവരുടെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അതുപോലെ അവരുടെ അട്രാക്ഷൻ ഫോഴ്സ് കൂട്ടണം. സോ ആ റിപ്പൾസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അവിടെ സർഫാക്റ്റൻസ് എന്ന് പറയാം. സോ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ സർഫാക്റ്റൻസ് ആഡ് ചെയ്യും. സോ സർഫാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളൊരു മിനിമം കോൺസെൻട്രേഷനിൽ വയ്ക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചിട്ട് അവരുടെ ഇൻട്രാക്ഷൻസ് കൂടും. സോ അങ്ങനെ നമുക്ക് ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൊളോയിഡ് കിട്ടി. ഇനി നമുക്ക് ഈ സർഫാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ സർഫാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ് ആ കൊളോയിഡൽ സിസ്റ്റത്തിൽ വരുന്നതെന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫാക്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സർഫാക്റ്റൻസ് എന്താണ്? ഒരു ആംബിഫിലിക് ആയിട്ടുള്ള മൊളിക്യൂൾസ് ആണ്. സോ അവരുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴെന്താണ് അവിടെ നമുക്കൊരു അഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അതായത് നമ്മൾ ആംഫിഫിലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പറയുമ്പോൾ അവിടെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു എൻഡ് ഉണ്ടായിരിക്കും, അതുപോലെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഇവർ അഗ്രിഗേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും. അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റും ഓറിയൻറ്റഡ് കൊളോയിഡ് അഗ്രിഗേറ്റ്സ്. അതായത് അവരുടെ പൊളാരിറ്റിക്ക് അനുസരിച്ച് അവർ അഗ്രിഗേറ്റ്സിന് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും. സോ ഈ അഗ്രിഗേറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് നമ്മളെ സർഫാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച്. സോ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ്റെ അപ്പുറം നമ്മുടെ കോൺസെൻട്രേഷൻ സർഫാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇവിടെ അഗ്രിഗേറ്റ്സിൻ്റെ കോൺസെൻട്രേഷനും കൂടും. സോ ഈ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്ന ആ പെർട്ടിക്കുലർ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇത് അതിനിങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്. ദ നാരോ കോൺസെൻട്രേഷൻ റേഞ്ച് ഓവർ വിച്ച് ദീസ് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ കോൾഡ് ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ. അതായത് ഈ ഓറിയൻറ്റഡ് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷനിലെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എബോ ആയിരിക്കും ഓറിയൻറ്റഡ് അഗ്രിഗേറ്റ്സ് ഉണ്ടാവുക. സോ ആ ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ എന്ന് പറയാം. സോ ആ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ്റെ എബോ ആയിട്ട് ഫോം ചെയ്യുന്ന അഗ്രിഗേറ്റ്സിന് നമ്മൾ മിസൈലേസ് എന്ന് പറയും. സോ ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? മിസൈലേസ് ആണ്. സോ ഈ ഓറിയൻറ്റഡ് അഗ്രിഗേറ്റ്സിനെ നമ്മൾ മിസൈലേസ് എന്നും പറയും. സോ നമുക്ക് സർഫാക്റ്റൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കാം. ഇതാണ് നമ്മളുടെ സർഫാക്റ്റൻറ്റിൻ്റെ രണ്ട് സ്ട്രക്ചർ. ഇത് നമ്മൾ ഒന്ന് സോപ്പിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് ഡിറ്റർജൻറ്റിൻ്റെയും സ്ട്രക്ചറാണ്. ഓക്കെ. സോ ആദ്യം കാണിച്ചതാണ് സോപ്പ്, അതായത് സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ്. അതുപോലെ തന്നെ സൾഫോണിക് ആസിഡ്സിൻ്റെ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ഡിറ്റർജൻസ് എന്നും പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഇവിടെ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പോളാർ ആയിട്ടുള്ള ഒരു എൻഡും ഉണ്ട്. സോ ഇവിടെ ഹൈഡ്രോ കാർബൺ എന്തായിരിക്കും? നോൺ പോളാർ എൻഡായിരിക്കും. അതുപോലെ തന്നെ അതെന്താണ്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പോളാർ എൻഡില്ലേ ഇവിടെ ഈ സോഡിയം സോൾട്ട് ആസിഡ് ഗ്രൂപ്പ് വരുന്നത്. സോ ആ ആസിഡ് ഗ്രൂപ്പ് പോളാർ എൻഡ് ആയിരിക്കും. അത് വാട്ടറായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ്? അത് ഹൈഡ്രോഫിലിക് എൻഡ് ആയിരിക്കും. സിമിലർ തന്നെയാണ് നമ്മുടെ ഈ സൾഫോണിക് ആസിഡിൻ്റെ കേസിൽ, അതായത് നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ കേസിലും ഇവിടെ ഒരു ഹൈഡ്രോ കാർബൺ എൻഡ് ഉണ്ട്. സോ ഹൈഡ്രോ കാർബൺ എൻഡ് ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സൾഫോണിക് ആസിഡ് ഉണ്ട്, അത് പോളാർ എൻഡാണ്. അതുകൊണ്ട് വാട്ടറായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡും ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡും ഉണ്ട്. സോ ഇതിനെ നമുക്ക് ജനറലി സർഫാക്റ്റൻസ് എന്ന് പറയാൻ പറ്റും. സോ സർഫാക്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഈ കൊളോയിഡിലേക്കാണ് ഈ സർഫാക്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡും ഉണ്ടായിരിക്കും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡും ഉണ്ടായിരിക്കും. സോ അല്ലെങ്കിൽ നമുക്ക് പോളാർ എൻഡും നോൺ പോളാർ എൻഡും എന്നും പറയാൻ പറ്റും. സോ പോളാർ എൻഡ് എപ്പോഴും വാട്ടറായിട്ട് ആയിരിക്കും ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക. നോൺ പോളാർ എൻഡ് അവിടുത്തെ വാട്ടർ അല്ലാത്ത കമ്പോണൻ്റായിട്ടായിരിക്കും ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക. സോ അവർ തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ലെയറിലായിരിക്കും ഈ സർഫാക്റ്റൻസ് ഓറിയൻറ്റ് ചെയ്യുക. സോ അവരുടെ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കും. അങ്ങനെയാണ് ആ ലയോഫോബിക് ആയിട്ടുള്ള കൊളോയിഡിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്.
ഓക്കെ. സോ അവിടുത്തെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. സോ ഈ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചറാണ് വരുന്നത്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡ് ഉണ്ടായിരിക്കും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു എൻഡും ഉണ്ടായിരിക്കും. സോ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡ് എപ്പോഴും ഇത് നമ്മളുടെ ഒരു വാട്ടർ സിസ്റ്റത്തിലാണെന്ന് വിചാരിച്ചോ. സോ ഇത് നമ്മുടെ വാട്ടർ സിസ്റ്റമാണ്. സോ ആ വാട്ടർ സിസ്റ്റത്തിൽ എപ്പോഴും എന്തായിരിക്കും, ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡ് വാട്ടറുമായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡ് വാട്ടറിൽ നിന്ന് എവേ ആയിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആഫ്റ്റർ ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷൻ അവരൊരു ഗ്ലോബുലാർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് അവിടെ അഗ്രിഗേറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് ആണ് നമ്മളുടെ ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷൻ്റെ എബോവിൽ നമ്മളുടെ സിസ്റ്റം ഉണ്ടാവുക, അതായത് കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഗ്രാഫിൻ്റെ സർഫസ് ടെൻഷൻ്റെ ഗ്രാഫ് ചേഞ്ച് ആവുന്നത് നോക്കാം. സോ ആദ്യത്തെ ഈ ഒരു ലെയറിലെ അവിടെ മിനിമം കോൺസെൻട്രേഷനാണ്. സോ നമുക്ക് നോർമൽ ആയിട്ടുള്ള സർഫാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ നമുക്ക് ആഫ്റ്റർ സംടൈംസ് നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടി. സോ ആ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ഈ രണ്ട് ലെയറുകൾ തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചിട്ട് അവർ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നുണ്ട്. ആ സർഫസ് ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫോം ചെയ്യുന്ന എന്താണ്, അഗ്രിഗേറ്റ്സ് ആണ്, നമ്മളുടെ മിസല്ലേസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ മിസല്ലേസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക, മിസല്ലേസ് ഫോം ചെയ്താൽ പിന്നെ നമ്മുടെ സർഫസ് ടെൻഷനിൽ വലിയ ചേഞ്ച് ഉണ്ടായില്ല. അവിടെ സർഫസ് ടെൻഷനിൽ വലിയൊരു ഡ്രോപ്പ് നടന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഈ ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷൻ്റെ ആ ഒരു റേഞ്ചിലാണ് നടന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നില്ലേ, സോ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡ്രസ്സിലുള്ള ഡേർട്ട് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് നമ്മൾ സർഫാക്റ്റൻസ് ആഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിൽ ഈ ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും കൂടി നമുക്ക് നോക്കാം. സോ നമ്മുടെ സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നോർമലി എന്താണ്, നമ്മളുടെ ക്ലോത്തിൽ എന്തെങ്കിലും ഡേർട്ട് പാർട്ടിക്കിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഡേർട്ട് പാർട്ടിക്കിൾ ഐദർ ഓയിൽ ഓർ ഗ്രീസ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അത് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. സോ അതിൻ്റെ ഇൻ്റർഫേസിൽ സോ ഓയിലും വാട്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. സോ അവിടെ ഇത് രണ്ടും ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയതുകൊണ്ട് എന്തായിരിക്കും, അവരുടെ സർഫസ് തമ്മിലുള്ള ഒരു റിപ്പൽഷൻ ഉണ്ടായിരിക്കും. സോ ആ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സർഫാക്റ്റൻസിനെ യൂസ് ചെയ്യുന്നത്. സോ സർഫാക്റ്റൻസ് ആയിട്ടുള്ളതിൽ എന്താണ്, അവിടെ ഒരു ഹൈഡ്രോഫിലിക് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് എൻഡ് ഉണ്ട്. സോ ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡ് എന്താണ്, നമ്മളുടെ ഓയിലായിട്ടായിരിക്കും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവുക. കാരണം എന്താണ്, ഇത് ഈ ഹൈഡ്രോഫോബിക് എൻഡ് നമ്മളുടെ ഹൈഡ്രോ കാർബൺ ആണ്, അതുപോലെ തന്നെ ഓയിലും ഹൈഡ്രോ കാർബൺ ആണ്. സോ ഇവരുടെ നോൺ പോളാർ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടുത്തെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡ് പോളാർ ആയിട്ടുള്ള എൻഡ് അല്ലേ, ആ പോളാർ ആയിട്ടുള്ള എൻഡ് എപ്പോഴും എന്താണ്, വാട്ടർ ആയിട്ടായിരിക്കും ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കാം. സോ അവിടെ എന്താണ്, പോളാർ എൻഡ് ഉണ്ട്, ഇവിടെ നോൺ പോളാർ എൻഡ് ഉണ്ട്. സോ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് സ്റ്റേബിൾ ഇൻട്രാക്ഷൻസ് ആണ്. സോ ഇത് നമ്മളുടെ ഒരു ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സർഫാക്റ്റൻസിൻ്റെ കേസിലാണ് ഉണ്ടാവുക. സോ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി, സർഫാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോഴെന്താണ്, അവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൊളോയിഡ്സ് അല്ലെങ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഫോം ചെയ്തു, സർഫാക്റ്റൻസിൻ്റെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്തു. ഈ സർഫാക്റ്റൻ്റെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ എന്താണ്, ഇവിടുത്തെ നോൺ പോളാർ ആയിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ പോളാർ ആയിട്ടുള്ള വാട്ടറും തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ. സോ ഈ സമയത്ത് എന്താണ്, ഈ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നത് പറയുന്നത് എന്താണ്, മിസെല്ലെ ഫോം ചെയ്തു എന്നാണ്. സോ നമ്മളൊരു പെർട്ടിക്കൽ കോൺസെൻട്രേഷനിൽ ഓഫ് സർഫാക്റ്റൻസ് കൂട്ടിക്കഴിയുമ്പോൾ അവരൊരു മിസെല്ലെ ഫോം ചെയ്തു. ആ മിസെല്ലയുടെ ഉള്ളിൽ നമ്മളുടെ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ നമ്മളെ ഡേർട്ട് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഓയിലും ഗ്രീസും ട്രാപ്പായി. സോ ആ ട്രാപ്പ് ആയതിലുള്ള ആ അഗ്രിഗേറ്റ്സിനെ നമുക്ക് പിന്നെ റിമൂവ് ചെയ്തൂടെ. സോ ഈ മിസെല്ലെ ഫോം ചെയ്തു. ഈ മിസെല്ലെ ഫോം ചെയ്തത് നമ്മളുടെ ഡേർട്ട് പാർട്ടിക്കിളിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മിസെല്ലയാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ആ മിസെല്ലയ്ക്ക് നമുക്ക് ഇവിടുന്ന് ഇനിയും കോൺസെൻട്രേഷൻ കൂട്ടുമ്പോഴെന്താണ്, അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഗ്രിഗേറ്റ്സ് ആയിട്ട് തന്നെ നമ്മുടെ കൊളോയിഡൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ എന്താണ്, നമ്മളെ ഫാബ്രിക്കിൽ നിന്ന് നമ്മളുടെ ഡേർട്ട് പാർട്ടിക്കിൾ റിമൂവ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് വർക്ക് ആവുന്നത്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു ഫിസിക്കൽ ഫിനോമിനൻ എന്താണ്, ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ തന്നെയാണ്. സോ നമ്മുടെ സർഫാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ആകുമ്പോൾ അവർ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നുണ്ട്. ഇനിയും ഫെർദർ ആയിട്ട് കൂടുമ്പോൾ എന്താണ്, അവർ അഗ്രിഗേറ്റ്സ് ആയിട്ടുള്ള മിസെല്ലേസ് ഫോം ചെയ്യും. ആ മിസെല്ലേസ് ഫോം ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിൾ ആ മിസെല്ലേൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ട് ട്രാപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ ആഫ്റ്റർ സം ടൈംസ് മിസെല്ലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ
മിസെല്ലേസിൻ്റെ ഉള്ളിൽ നിന്ന് മിസെല്ലേസിൻ്റെ കൂടെ തന്നെ നമ്മളെ ഡേർട്ട് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഫാബ്രിക് ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ മിസെല്ലേ കോൺസെൻട്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. സോ ക്രിട്ടിക്കൽ മിസെല്ലേ കോൺസെൻട്രേഷൻ എന്നുള്ള ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്. ബൈ.